നിങ്ങൾ എപ്പോഴെങ്കിലും പൊങ്കൽ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെറുപയർ പരിപ്പില്ലേ, അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ഞാനിവിടെ 1 കപ്പ് ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുക, ഒന്ന് ചൂടാറിക്കോട്ടെ. ഇനി നമ്മൾ അതേ കപ്പിന് 1 കപ്പ് ബാസ്മതി റൈസോ അല്ലെങ്കിൽ പച്ചരിയോ എടുക്കുക, നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി രണ്ടും കൂടെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഈ ഒരു പൊങ്കൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു കുക്കർ വയ്ക്കുക, അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക, കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നെയ്യ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം മതി. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കടുകിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം 1 ടീസ്പൂൺ ജീരകം 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ നേരത്തെ വറുത്ത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസും അതുപോലെ പരിപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം, എന്നാലേ നമുക്ക് ആ ഒരു പൊങ്കലിന്റെ കൺസിസ്റ്റൻസി കിട്ടുള്ളൂ കേട്ടോ. കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. അതിനുശേഷം ഒരു 5-6 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ പൊങ്കലിന്റെ കൂടെ കുറച്ച് സാമ്പാറും ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.